Hello, good morning all. Today we are going to discuss endocrine system. Okay, start ചെയ്യാം. So എന്താണ് endocrine system അല്ലെങ്കിൽ endocrine glands എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? These are the glands which produce hormones. അതായത് നമ്മുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് അല്ലെങ്കിൽ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഗ്ലാൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Endocrine glands. So what is the function of this endocrine system? Endocrine systemത്തിന്റെ function എന്താ വരുന്നത്? It regulates the body activities by releasing hormones into the bloodstream. Okay. അതായത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ആരെ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു? നമ്മുടെ ഹോർമോൺസിനെ റിലീസ് ചെയ്ത് നമ്മുടെ ബോഡി ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ. ഇനി നമ്മുടെ നോർമലി നമുക്ക് ഈ എൻഡോക്രൈൻ മാത്രമല്ല എക്സോക്രൈൻ ഗ്ലാൻഡ്സും ഉണ്ട്. ഇപ്പൊ എക്സോക്രൈൻ ആണെങ്കിൽ അവർ അവരുടെ പ്രോഡക്ട്സ് ലൈക്ക് എൻസൈംസ് ഒക്കെയാണ് അത് ഡയറക്റ്റ് ഡക്റ്റിലോട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾസ് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, ദെൻ നമ്മുടെ സെലൈവറി ഗ്ലാൻഡ് ഉണ്ട്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ദെയർ എക്സാമ്പിൾസ് ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്. വെറാസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് ഏതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വരുന്നത് നമ്മുടെ ബോഡിയിൽ? ഇറ്റ് ഇൻക്ലൂഡ് പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ് ഉണ്ട്, adrenal gland ഉണ്ട്, pineal gland ഉണ്ട്, and നമ്മുടെ pancreas ഉണ്ട്. Okay, so these are the endocrine glands in our body. So next നമുക്കിനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഓരോരോ ഗ്ലാൻസിലും വരുന്ന ഡിസോർഡേഴ്സ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് തൈറോയിഡ് ഡിസോർഡേഴ്സ്. തൈറോയിഡ് ഡിസോർഡറിൽ ഫസ്റ്റ് നമുക്ക് എന്താ നോക്കാനുള്ളത്? ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് ഹൈപ്പോതൈറോയിഡിസം. എന്താണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹിയർ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു ഹൈപ്പോസെക്രീഷൻ ഓഫ് T3 and T4. T3യുടെയും T4 ഹോർമോൺസിന്റെയും ഹൈപ്പോസെക്രീഷൻ മൂലമാണ് എന്ത് കാണുന്നത്? ഹൈപ്പോതൈറോയിഡിസം വരുന്നത്. ഇറ്റ് ഈസ് ലീഡിങ് ടു ഇത് ഈ ഒരു T3 T4 നമ്മുടെ ബോഡിയിൽ കുറയുന്നത് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ലീഡിങ് ടു ഡിക്രീസ്ഡ് ബോഡി മെറ്റബോളിസം. നമ്മുടെ ബോഡി മെറ്റബോളിസം കുറയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയാ നമ്മൾ പേഷ്യന്റിൽ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്? എന്തൊക്കെ ഉണ്ടാവുന്നു? ദേ കനോട്ട് ടോളറേറ്റ് ടു കോൾഡ്, പിന്നെന്താ? ഡ്രൈ സ്കിൻ വിൽ ബി ദർ, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും പേഷ്യന്റിന്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ആൻഡ് മിക്സിഡിമ. മിക്സിഡിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജനറലൈസ്ഡ് പഫിനെസ് ആൻഡ് എഡിമ അറൌണ്ട് ദ ഐ ആൻഡ് ഫേസ്. ദെൻ ഇവിടെ എന്തൊക്കെ നമുക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാം? നമുക്ക് വൈറ്റൽസ് മോണിറ്റർ ചെയ്യാം, തൈറോയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി വിത്ത് ലിവോതൈറോക്സിൻ, പിന്നെന്താ? ലോ കലോറി, ലോ കൊളസ്ട്രോൾ, ലോ ഫാറ്റ് ഡയറ്റ് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് വാം എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് ഈസ് മിക്സിഡിമ കോമ. മിക്സിഡിമ കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? മിക്സിഡിമ കോമ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു ഡീകോമ്പൻസേറ്റഡ് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? എന്താണ്? അതിനെയാണ് നമ്മൾ മിക്സിഡിമ കോമ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു എന്ത് മൂലമാണ് വരുന്നത്? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? റിസൾട്ടിങ് ഫ്രം ലോ തൈറോയിഡ് പ്രൊഡക്ഷൻ, സ്ട്രെസ്ഫുൾ ഇവന്റ്സ് ലൈക്ക് ഇനി ഇൻഫെക്ഷൻസ്, MI, സ്ട്രോക്ക്, അല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ എന്തെങ്കിലും ഫെയിലിയർ വരിക. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? യു ക്യാൻ സി മിക്സിഡിമ കോമ ഇൻ ഹൈപ്പോതൈറോയിഡിക് പേഷ്യൻസ്. ഓക്കെ, ദെൻ ഇവരുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ഹൈപ്പോതെർമി ഉണ്ടാവുന്നു, ബ്രാഡിക്കാർഡിയ, റെസ്പിറേറ്ററി ഫെയിലിയർ വിൽ ബി ദർ, പിന്നെന്തായിരിക്കും? ഹൈപ്പോടെൻഷൻ ഉണ്ടാവുന്നു, ഹൈപ്പോനെട്രീമിയ, ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് കോമ. ദെൻ ഇവിടെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ നമ്മൾ കൊടുക്കുന്നത്? എയർവേ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, IV ഗ്ലൂക്കോസ് ഹോർമോണൽ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെന്താ? ടെമ്പറേച്ചർ അവേർലി യു ഷുഡ് അസസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മെന്റൽ സ്റ്റാറ്റസിലെ ചേഞ്ചസ് മോണിറ്റർ ചെയ്യുക, ക്ലയന്റിനെ വാം ആക്കി വെക്കുക. ദെൻ യു ക്യാൻ പ്രൊവൈഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ ഇഫ് നീഡഡ്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ്. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ഹൈപ്പോതൈറോയിഡിസം. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ നെക്സ്റ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ഹൈപ്പർതൈറോയിഡിസം. എന്താണ് ഹൈപ്പർതൈറോയിഡിസം എന്ന് വെച്ച് കഴിഞ്ഞാല്? ഹൈപ്പർതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓർ hyper secretion of T3 and T4. T3യുടെയും T4ന്റെയും hyper secretion ആണ്. So what will happen? It is leading to increased body metabolism. Body metabolism കൂടുന്നു. Then signs and symptoms എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? goiter. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? കഴുത്തിന് താഴെ ഇങ്ങനെ വീർത്ത് വരുന്നു.
പിന്നെന്താ എക്സ് ഓഫ് തലാമസ്, ദാറ്റ് ഈസ് പ്രൊട്രൂഷൻ ഓഫ് ദ ഐബോൾ, ഐ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു നിൽക്കുക. കാർഡിയാക് dysrhythmias will be there, hypertension, weight loss, soft skin, then intolerance to heat and diarrhea. So these are the signs and symptoms of hypothyroidism. Then what are the intervention? You can give bed rest in a cool and quiet environment to the patient. You can provide high calorie diet, and you can give anti-thyroid medications like propyl thiouracil. പിന്നെന്താ നമുക്ക് you can give iodine preparations കൊടുക്കാം പേഷ്യന്റിന്. എന്തുകൊണ്ടാണ്? this iodine can inhibit the release of thyroid hormones. Then you can give or you can prepare the patient for radioactive iodine therapy. And the last is you can prepare the patient for thyroidectomy. So what is thyroidectomy? It is the removal of the thyroid gland. So ഈ thyroid gland അല്ലെങ്കിൽ thyroidectomy സർജറിയുടെ 4 കോംപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ദ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ഓഫ് ദിസ് thyroidectomy സർജറി ഈസ് ബ്ലീഡിങ്. ഓക്കെ, ബ്ലീഡിങ് ഉണ്ടായിരിക്കും. സോ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ പേഷ്യന്റിൽ കാണുന്ന സൈൻസ് എന്തൊക്കെയായിരിക്കും? ദ ഫസ്റ്റ് വൺ ഈസ് എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് കൂടുന്നു. പിന്നെ എന്തൊക്കെയായിരിക്കും? ബി പി കുറയും, ഹൈപ്പോടെൻഷനിലേക്ക് പോവും പേഷ്യന്റ്. Then restlessness will be there. So these are the signs and symptoms of patient, those who are developing bleeding. Okay, ഇനി ഇപ്പൊ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എവിടെയാ അസസ് ചെയ്യുന്നത്? യു ഷുഡ് അസസ്. എവിടെ അസസ് ചെയ്യണം? ഡ്രസ്സിങ് അസസ് ചെയ്യും. എവിടെയാ? ബാക്ക് ഓഫ് ദ നെക്ക്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ ദ നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കോംപ്ലിക്കേഷൻ ഏതായിരുന്നു? ദ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ഈസ് ബ്ലീഡിങ്. ആൻഡ് ദ സെക്കൻഡ് കോംപ്ലിക്കേഷൻ നമ്മൾ കണ്ടുവരുന്നതാണ് എന്ത്? ടെറ്റനി. സോ വാട്ട് ഈസ് ടെറ്റനി? ടെറ്റനി എന്ന് വെച്ച് കഴിഞ്ഞാല് കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ടെറ്റനി. അപ്പൊ നമ്മൾക്ക് അറിയാം ബിഹൈൻഡ്, അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പിന്നിലായിട്ട് ആരുണ്ട്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കാൽഷ്യത്തിന്റെ റിലീസ് കുറയുന്നു. ഇറ്റ് ഈസ് ലീഡിങ് ടു എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ടെറ്റനി. സോ ടെറ്റനിയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ടെറ്റനിക്ക് 2 സൈൻ ആണ് ഉള്ളത്, ട്രൗസോ സൈൻ ആൻഡ് ചൊവറ്റ്സ്കി സൈൻ. എന്താ ട്രൗസോ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മൾ പേഷ്യന്റിന്റെ ബ്രേക്കിയൽ ആർട്ടറിയിൽ ബി പി കഫ് കെട്ടി ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിങ് എനി കാർപ്പോപെഡൽ സ്പാസം അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, നമ്മൾ എന്ത് പറയും? ട്രൗസോ സൈൻ ഈസ് പോസിറ്റീവ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ചൊവറ്റ്സ്കി സൈൻ. ചൊവറ്റ്സ്കി സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫേഷ്യൽ ട്വിച്ചിങ് ഓൺ ടാപ്പിംഗ് ദ ചീക്ക് ബോൺ. നമ്മൾ ചീക്ക് ബോണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫേഷ്യൽ ട്വിച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചൊവറ്റ്സ്കി സൈൻ ഈസ് പോസിറ്റീവ്. സോ ദീസ് ആർ ദ സൈൻസ് ഓഫ് ടെറ്റനി. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു കോംപ്ലിക്കേഷൻ ആണ് വോക്കൽ കോഡ് ഇഞ്ചുറി. ഓക്കെ, സോ വോക്കൽ കോഡ് ഇഞ്ചുറി ആണ് പേഷ്യന്റിന് എങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഹൊറൈസ്നെസ് വിൽ ബി ദർ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഈസ് തൈറോയിഡ് സ്റ്റോം. എന്താണ് തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആണ് തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്നത്, ഡ്യൂ ടു അൺകൺട്രോൾഡ് ഹൈപ്പർ തൈറോയിഡിസം. അതായത് during the time of thyroidectomy surgery, if there is any manipulation to the thyroid gland, what will happen? The thyroid gland will produce excessive thyroid hormones within a few seconds. Okay, ഒരു few secondsനുള്ളിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? ഹ്യൂജ് എമൗണ്ടില് തൈറോയ്ഡ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ലീഡിങ് ടു തൈറോയ്ഡ് സ്റ്റോം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ചെയ്യുന്നത്? അതായത് ആസ് എ പ്രിവെൻഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു പേഷ്യന്റിന്? ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻസ്, ബീറ്റ ബ്ലോക്കേഴ്സ്, അയോഡൈറ്റിസ് ഒക്കെ ബിഫോർ സർജറി വി ആർ ഗിവിംഗ് ടു ദ പേഷ്യന്റ്. ഓക്കെ, സോ ദീസ് ആർ ദ 4 കോംപ്ലിക്കേഷൻസ് ഓഫ് thyroidectomy. The first one is bleeding, the second one is tetany, the third is vocal cord injury, and the fourth one we have discussed these. എന്തായിരുന്നു? thyroid സ്റ്റോം. Okay, then post op care എന്തൊക്കെയായിരിക്കും? അപ്പൊ thyroidectomy സർജറിയുടെ you should assess for horaceness. Then you can provide a semi-Fowler's position to the patient. You have to monitor for bleeding. എവിടെയാ? back of the neck. Then you have to check for signs of tetany and എന്തും കൂടി നോക്കണം? thyroid സ്റ്റോം. Okay, so this is regarding thyroid gland disorders. Now we are going to discuss
pituitary gland disorders. Okay, so pituitary gland. എന്താ pituitary glandന്റെ പ്രത്യേകത? It is the master gland. നമ്മുടെ master gland ആണ് ആര്? Pituitary. Okay, so pituitary glandന് എന്തുണ്ട്? രണ്ട് lobes ഉണ്ട്. Okay, ഏതൊക്കെയാ? Anterior lobe ഉണ്ട്, posterior lobe ഉണ്ട്. So this anterior lobe is producing hormones like growth hormone, gonadotropins, TSH. പിന്നെന്താ? TSH എന്താ? Thyroid stimulating hormone. Then ACTH, adenocorticotropic hormone and prolactin hormones. Then what about posterior lobe? Posterior lobe actually it doesn't synthesize or it doesn't secrete any hormones. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്റ്റോറേജ് ആണ് നടക്കുന്നത്. ഏതൊക്കെയാ സ്റ്റോർ ചെയ്യുന്ന? ഓക്സിറ്റോസിൻ ആൻഡ് antidiuretic hormone. Okay. Then ഇതിൽ വരുന്ന first condition ആണ് hypopituitarism. Hypopituitarism means it is the hyposecretion of pituitary glands. Pituitary glandന്റെ hyposecretion. Okay, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Hypopituitarism എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഏതൊക്കെ ഹോർമോൺസ് ആ വരുന്ന? മോസ്റ്റ് എഫക്റ്റഡ് ഹോർമോൺസ് ആർ growth hormones, gonadotropins and antidiuretic hormone. So ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഡ്വാർഫിസം, പൊക്കം കുറവായിരിക്കും ഇത് വരുന്ന പേഷ്യൻസിന്. ദെൻ അവരെ കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നു. ദെൻ infertility and sexual dysfunction will be there. Their blood pressure will be low. Then what are the interventions? Hormone replacement therapy and emotional support. The next is hyperpituitarism. എന്താണ് hyperpituitarism എന്ന് പറയുന്നത്? It is the excessive secretion of pituitary hormones. Okay, ഇവിടെ നമ്മൾ കാണുന്നതാണ് acromegaly or otherwise called gigantism. അപ്പൊ ഇവിടെ എങ്ങനെയാ? ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് pituitary tumor ആവും. അപ്പൊ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? പേഷ്യന്റ് ലാർജ് ഹാൻഡ് ഫീറ്റ് ഉണ്ടായിരിക്കും. ദെൻ ജോ ബോൺ വിൽ ബി തിക്കൻഡ് ആൻഡ് പ്രൊട്രൂഡഡ്. ആർത്രൈറ്റിസ് ഉണ്ടാവുന്നു. വോയിസിന് ഒരു ഡീപ്പനിങ് ഉണ്ടാവും ആൻഡ് ദെയർ സ്കിൻ ഈസ് ഓയിലി, റഫ് സ്കിൻ. Then what are the interventions? You have to provide emotional support. Then you can give medicines to relieve joint pain. You can give a frequent skin care. Radiation therapy is there, and you can prepare the patient for transvenoidal hypophysectomy surgery. So hypophysectomy, it is the removal of the pituitary gland. Then what are the post-op care? Post-op care, you should assess the vitals, intracranial pressure and level of consciousness. Then you should elevate the head and you should monitor for bleeding. Then never, നമ്മൾ എന്താ avoid sneezing, coughing and blowing nose you should avoid. Okay, sometimes ഈ ഒരു post nasal drainage എന്ന് പറയുന്നത് എന്താവാം? CSF ആയിരിക്കാം. Okay, അപ്പൊ പരമാവധി you should avoid sneezing, coughing and blowing of nose. So this is regarding hyperpituitarism. Then the next condition is diabetic insipidus. Diabetic insipidus means it is the hyposecretion of ADH, that is antidiuretic hormone. So what will happen? The signs and symptoms include polyuria will be there. Okay, or 4 to 24 liter per day. Okay, then urination. Then dehydration will be there. Then skin turgor will be decreasing as well as mucus will be dry. Then ഇവിടെ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലോ ആയിരിക്കും. Then postal hypotension will be there. Then what are the interventions? You have to provide a safe environment. എന്തുകൊണ്ടായിരിക്കും? Due to postal hypotension. Then you can administer vasopressin or desmopressin. Then the next is syndrome of inappropriate ADH. അടുത്ത കണ്ടീഷൻ ആണ് കേട്ടോ. അവിടെ എന്താ സംഭവിക്കുന്നത്? എക്സസീവ് ആയിട്ട് ആന്റിഡയററ്റിക് ഹോർമോൺസ് റിലീസ് ആവാണ്, which is resulting in water intoxication. ഇവിടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? എഡീമ. Then there is a changes in mental status and level of consciousness. Weight gain will be there, anorexia, nausea and vomiting. Then what are the interventions? You have to monitor the vitals and neurological status. You have to provide safe environment to the patient as well as you have to administer diuretics. Okay, so this is regarding pituitary gland disorders. Okay, now we are going to discuss adrenal gland disorder. Okay, adrenal gland disorder നമുക്ക് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? adrenal glands എവിടെയുള്ളതാ? നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ഇറ്റ് ഈസ് കോൾഡ് adrenal gland. So adrenal gland റിലീസ് ചെയ്യുന്നത് രണ്ട് ഹോർമോൺസ് ആണ്, that is glucocorticoids and mineralocorticoids. Glucocorticoids നമ്മൾ it is otherwise called stress hormones. എന്തൊക്കെയാ അതിൽ വരുന്ന? adrenaline, noradrenaline and cortisol. Whereas mineralocorticoids വരുന്നതാണ് aldosterone. Okay,
സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കണ്ടീഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് അഡിസൺ ഡിസീസ്. സോ അഡിസൺ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇത് അഡ്രിനോകോർട്ടിക്കൽ ഇൻസഫിഷ്യൻസി ആണ്. അതായത് ഇവിടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സും കുറവായിരിക്കും, ഇൻസഫിഷ്യന്റ് ആണ്. ഓക്കെ, സോ ഹിയർ നമ്മൾ എന്തൊക്കെയാ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണുന്നത്? ഹൈപ്പോനെട്രീമിയ ഉണ്ടാവുന്നു, ഹൈപ്പർ കലീമിയ ഉണ്ടാവുന്നു, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നു, ഹൈപ്പർ കാൽഷ്യമി ഉണ്ടാവുന്നു ആൻഡ് ബ്രോൺസ് സ്കിൻ. ഇന്റർവെൻഷൻസ് എന്താ? നമ്മൾ BP മോണിറ്റർ ചെയ്യുക, IO ചാർട്ട്, വെയിറ്റ്, then you should assess for the electrolyte values. You can administer glucocorticoids as well as mineralocorticoids. Okay, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ കണ്ടിട്ടുള്ളതാണ്. അതായത് അഡിസൺ ഡിസീസ് ആണ്. സോ ആ ഒരു പേഷ്യന്റിന് നമ്മൾ എന്തായിരിക്കും ആസ് എ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്നായിരുന്നു ചോദ്യം. അപ്പൊ അതിൽ കൂടുതലും ഇപ്പൊ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് വായിക്കുമ്പോൾ ഒരു കാരണവശാലും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് മാത്രം അഡിസൺ ഡിസീസിൽ അഡ്മിനിസ്റ്റർ ചെയ്താൽ പോരാ. ബിക്കോസ് ഇത് എന്തിന്റെയൊക്കെ ഡെഫിഷ്യൻസിയാ? ബോത്ത് ഗ്ലൂക്കോ ആൻഡ് മിനറലോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സസ് പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ എക്സസ് പ്രൊഡക്ഷൻ മൂലമാണ്. അപ്പൊ ഇവിടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ട്രങ്കൽ ഒബേസിറ്റി ഉണ്ടാവും പേഷ്യന്റിന്. ട്രങ്കൽ ഒബേസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയറിന്റെ ഭാഗം, വയറിന്റെയും ബ്രസ്റ്റിന്റെ ഒക്കെ ആ ഒരു റീജിയൻ മാത്രം തടിച്ചു വരുന്നു. ദെൻ മൂൺ ഫേസ് ഉണ്ടായിരിക്കും, ബഫലോ ഹംപ്, കൂന് അല്ലെ കൈഫോസിസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ദെൻ ഹൈപ്പർ ടെൻഷൻ വിൽ ബി ദർ, ഹൈപ്പർ കലീമിയ ഉണ്ടാവുന്നു, ഡയബറ്റിസ് ഉണ്ടാവുന്നു ആൻഡ് ഓസ്റ്റിയോപ്രോസിസ്. Then എന്തൊക്കെ interventions? You should assess for BP, IO chart and weight. Then monitor the lab values. Then chemotherapy and radiation therapy and will be there. Then you can do adrenalectomy or hypophyseectomy. Here adrenalectomy എന്താ? നമ്മുടെ adrenal gland റിമൂവ് ചെയ്യുന്നത് അല്ലേ. Then ഇവിടെ hypophyseectomy നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഹൈപ്പോഫിസെക്ടമി എന്താ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിമൂവൽ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു പിറ്റ്യൂട്ടറി ഹോർമോൺസില്. പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസിൽ ഏതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പിറ്റ്യൂട്ടറി ആണ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. സോ ഈ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺസ് ആണ് ആര് റിലീസ് ചെയ്യുന്നത്? അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഹോർമോൺസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കും? ഈ ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് ഇസ്, ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റത്തെ ആളാണ് ആരാ? പാൻക്രിയാറ്റിക് ഡിസോർഡർ. നമുക്ക് പാൻക്രിയാറ്റിക് ഡിസോർഡറിൽ ആകെ ഒരു കണ്ടീഷൻ ആണ് അല്ലെ പഠിക്കാനുള്ളത്. ഏതാ? ഡയബറ്റിസ്. സോ ഡയബറ്റിസ് നമുക്കറിയാം ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട് അല്ലെ. സോ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ജുവനൈൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഇവിടെ എന്ത് മൂലമാണ് ഈ ടൈപ്പ് 1 ഉണ്ടാവുന്നത്? ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. ഇവിടെ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല, ഡെഫിഷ്യന്റ് ആണ്. സോ ഹിയർ നമുക്കറിയാം ഇൻസുലിൻ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോർ ദ മെറ്റബോളിസം ഓഫ് ദ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ ഇവിടെ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഫാറ്റ് ഈസ് മെറ്റബിളൈസിങ്. ഫാറ്റ് മെറ്റബിളൈസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫാറ്റ് മെറ്റബോളിസം വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ കീറ്റോൺസ് ഫോം ചെയ്യുന്നു. ദിസ് കീറ്റോൺസ് ഈസ് ലീഡിങ് ടു എന്താ? കീറ്റനീമിയ, അതായത് അല്ലെങ്കിൽ അസിഡോസിസിലോട്ട് ലീഡ് ചെയ്യുന്നത് ഈ കീറ്റോൺസ് ആണ്. ഓക്കെ, ദെൻ ടൈപ്പ് 1 നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ ആണ് പേഷ്യന്റിന് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് type 2 diabetes, or it is otherwise called non-insulin dependent diabetes mellitus. ഇവിടെ എന്താണ്? Here insulin is producing, നമ്മുടെ ബോഡി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, but it is insufficient for carbohydrate metabolism. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് ഇത് ഇൻസഫിഷ്യന്റ് ആണ്. സംടൈംസ് നമ്മൾ കൂടുതൽ കാർബ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ബോഡി ഇപ്പൊ ഇത്ര ഒരു ഇൻസുലിൻ അല്ല അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൽ ഉപരി എന്താണ്? കാർബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഏബിൾ ടു മെറ്റബിളൈസ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത എന്താ? ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് അല്ലെ. എന്താണ് കാർഡിനൽ സിംറ്റംസ് ഓഫ് നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസിന്റെ? polyuria, polydipsia and polyphagia, excessive urination, excessive thirst and excessive hunger. പിന്നെന്താ? വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു, ബ്ലഡ് വിഷൻ ഉണ്ടാവുന്നു, delayed wound healing will be there, then inadequate circulation to feet and also paresthesia. Then ഇതിന്റെ മാനേജ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ഡയറ്റ്, എക്സസൈസ് ആൻഡ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജന്റ്സ് ആൻഡ് ഇൻസുലിൻ.
Now we are going to discuss the management. Management and the diet exercise, oral hypoglycemic agent as well as insulin. Type 2 ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? Oral hypoglycemic agents. Now we are going to discuss the acute complications. എന്തൊക്കെയാണ് acute complications വരുന്നത്? Acute complications main item രണ്ടെണ്ണാണ് വരുന്നത്. ഒന്ന് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൈപ്പർഗ്ലൈസീമിക് ഹൈപ്പറോസ്മോളാർ നോൺ കീറ്റോട്ടിക് സിൻഡ്രോം. അതിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്നത് ടൈപ്പ് 1ന്റെ കോംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കീറ്റോൺസ് ഫോം ചെയ്യുന്നു, അതാണ് ഈ അസിഡോസിസിലോട്ട് ലീഡ് ചെയ്യുന്നത്. സോ ഇവിടെ പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സയൻസ് എന്തൊക്കെയാ? ഹൈപ്പർഗ്ലൈസീമിയ, കീറ്റോസിഡോസിസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. സോ ആസ് എ മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീഹൈഡ്രേറ്റ് ചെയ്യാണ് ഇവിടെ പേഷ്യന്റിനെ. എന്ത് വെച്ചിട്ടാണ്? റാപ്പിഡ് ഇൻഫ്യൂഷൻ ഓഫ് 0.9% അല്ലെങ്കിൽ 0.45% നോർമൽ സെലൈൻ. പിന്നെന്താണ്? ഇപ്പൊ ഹൈപ്പർഗ്ലൈസീമിയ ആണെങ്കിൽ നമുക്ക് റെഗുലർ ഇൻസുലിൻ IV കൊടുക്കാം. ദെൻ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഒക്കെ കറക്റ്റ് ചെയ്യുക. ഇനി ഹൈപ്പർഗ്ലൈസീമിക് ഹൈപ്രോസ്മോളാർ നോൺ കീറ്റോട്ടിക് സിൻഡ്രോം ആണെങ്കിലോ അവിടെ എക്സ്ട്രീം ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവും, ആസിഡോസിസ് ഉണ്ടാവില്ല. സോ മാനേജ്മെന്റ് എന്താ നമ്മൾ ചെയ്യുന്നത്? vigorous fluid replacement ആണ്. Then you can give administer അല്ലെങ്കിൽ you can give insulin. Then chronic complications include retinopathy, nephropathy and neuropathy. Now we are going to discuss the complications of insulin therapy ആണ്. It include the first one is lipodystrophy. നമ്മൾ ഒരേ സൈറ്റിൽ തന്നെ നമ്മൾ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഫാറ്റ് ഒക്കെ ലോസ് ചെയ്ത് എന്തുണ്ടാവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ലിപ്പോഡിസ്ട്രോഫി എന്ന് പറയുന്നത്. The next one is Somogyi effect. Somogyi effect എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് ഒരു പുലർച്ചെ 2 മണി 3 മണി സമയത്ത് ആദ്യം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്തിട്ട് ഹൈപ്പർഗ്ലൈസീമിയ വരുവാണ്. സോ ആസ് എ മാനേജ്മെന്റ് വി ആർ ഡിക്രീസിംഗ് ദ ഈവനിംഗ് ഡോസ് ഓഫ് ഇൻസുലിൻ ആസ് വെൽ ആസ് ഇൻക്രീസിംഗ് ദ ബെഡ് ടൈം സ്നാക്ക്. And the next is dawn phenomenon. It is otherwise called sunrise time എന്ന് പറയും നമ്മൾ. ഇവിടെ എന്താണ്? ഇതൊരു 5 മണി, പുലർച്ചെ 5 മണി മുതൽ 8 മണി വരെ ഉണ്ടാവുന്നതാണ്. ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവും പേഷ്യന്റിന്. എന്ത് മൂലമാണ്? നക്ടേണൽ റിലീസ് ഓഫ് ഹോർമോൺ മൂലം. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് നമ്മൾ ഈവനിംഗ് ഡോസ് ഓഫ് ഇൻസുലിൻ ഒരു 10 മണിക്ക് എടുക്കാൻ പറയാം. The next is hypoglycemia. അതെന്താ? The sugar level is less than 60. അപ്പൊ അത് നമ്മൾ 2 രീതിയിലാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇപ്പൊ കോൺഷ്യസ് ആണ്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഷുഗർ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ക്വിക്ക് ആക്ടിങ് എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കൊടുക്കും അല്ലെ? സെയിം തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കും, ഷുഗർ ലെവൽ നോക്കും, പിന്നെയും കുറവില്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു 2 to 3 അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും സിംറ്റംസിന് കുറവൊന്നുമില്ലെങ്കിൽ യു ഷുഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ഇഫ് ഇറ്റ് ഈസ് ഇൻ അൺകോൺഷ്യസ് പേഷ്യന്റ് ആണെങ്കിലോ നമുക്ക് 1 gram ഗ്ലൂക്കോസ് അല്ലെങ്കിൽ IM സബ്ക്യൂ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ IV ഡെക്സ്ട്രോസ് 25% 50 ml കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞത്? എൻഡോക്രൈൻ സിസ്റ്റം. ദെൻ അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെ നമ്മൾ പറഞ്ഞു? വി ഹാവ് ഡിസ്കസ്ഡ്. എന്തൊക്കെ ഡിസ്കസ് ചെയ്തു നമ്മൾ? ഓരോ ഗ്ലാൻസിന്റെയും ഡിസോർഡേഴ്സ് പറഞ്ഞല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം തൈറോയ്ഡ് ഗ്ലാൻഡ്, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഹൈപ്പർ പിറ്റ്യൂട്ടറിസം, ഹൈപ്പോപിറ്റ്യൂട്ടറിസം, പിന്നെന്താ ഡയബറ്റിക് ഇൻസിപ്പിഡസ് അല്ലെ? സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ട് വന്നു? എഡ്രിനൽ ഗ്ലാൻഡ്, അഡിസൺ ഡിസീസ് ആൻഡ് കുഷിംഗ് സിൻഡ്രോം. Then after that we have discussed the pancreatic disorders like diabetes അല്ലെ? Type 1, Type 2, then അതിന്റെ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തിൽ വരുന്നത്? എൻഡോക്രൈൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൈറോയിഡക്ടമി സർജറിയുടെ കോംപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി വെക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നോക്കുക. സെയിം നമ്മൾ മുൻപ് പറയാറുള്ളത് പോലെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.